ആദ്യം തന്നെ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചതിനും ഈ ആൾത്താരയിൽ നിർത്തി സാക്ഷ്യം പറയിക്കാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രമണി സുധീഷ്. ഞാൻ കോട്ടയം ജില്ലയിലെ കടനാട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഫസ്റ്റ് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഞാൻ ഗൾഫിലായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടിയിൽ വെച്ച് ഒരാഴ്ച ആയപ്പം നിയോഗത്തിൽ വെക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് സാധിച്ചു കിട്ടിയത്. എനിക്ക് സിസേറിയനായിരുന്നു. അവിടെ 22 വർഷമായിട്ട് നല്ല വേദനയും തടിച്ച് വീർത്തായിരുന്നു ഇരുന്നത്. അവിടെ ഒന്ന് തുടത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ കൃപാസന അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ആ അടിവയറ്റിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു ആ വയറിലൊന്ന് തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തൊട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ തടിച്ച് വീർത്ത ആ ഒരു ഇതുമില്ല, ഒരു പാട് മാത്രമേ കിടപ്പുള്ളൂ. ആ സിസേറിയൻ ചെയ്ത പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തടിച്ച് വീർത്തതെല്ലാം മാറ്റിത്തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ എൻ്റെ നിയോഗം, എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകാതിരിക്കുമായിരുന്നു. അത് 4 വർഷമായിട്ട് പൂർത്തിയാകാതെ കിടക്കുമായിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അപ്പം ഒരു ലോണിന് അപേക്ഷിച്ചു. പിന്നെ 2 ചിട്ടിയും ഉണ്ടായിരുന്നു. ചിട്ടിയൊക്കെ കുറിയിടുന്ന ചിട്ടിയാണ്. അതൊന്നും ഒരിക്കലും മറിച്ച് പോലും തരാൻ പറ്റത്തില്ലായിരുന്നു. അവരോട് ഞങ്ങൾ പറഞ്ഞപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ആ ചേച്ചി പിന്നീട് അത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചിട്ടിപ്പൈസയും ലോണും എല്ലാം കിട്ടി. ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു, ഒരുപാട് പോകുന്നുണ്ടായിരുന്നു. അതും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ തലയിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ മുടി കൊഴിച്ചിലെല്ലാം മാറി. അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ചെവി ഇൻഫെക്ഷൻ ആയിരുന്നു. ചെവി കൂടെ ഇങ്ങനെ 1 വർഷത്തിൻ്റെ മേളിലായി ചെവി കൂടെ ഇങ്ങനെ വെള്ളം പോലെ ആദ്യം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് അത് ഇൻഫെക്ഷനായിട്ട് നല്ല വേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി 2 ആഴ്ച മെഡിസിൻ കഴിച്ചു. അതങ്ങ് മാറിയ വേദന. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പം പിന്നെ അത് ചെവി കൂടെ ഇങ്ങനെ വെള്ളം പോലെ വരാൻ തുടങ്ങി. പക്ഷേ വേദനയില്ലായിരുന്നു, വെള്ളം പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിരിക്കുന്ന അബുദാബിയിൽ ആ വീട്ടുകാർ അവർ ഉടമ്പടി എടുത്തവരായിരുന്നു. അവരോട് ഞാൻ വിശ്വാസത്തൈലം മേടിച്ച് എൻ്റെ ചെവിയിൽ അവർ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് പിന്നെ ആ വേദന അങ്ങ് പോയി. പിന്നെ 1 വർഷം കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ ചെവി കൂടെ വെള്ളം പോലെ വരാൻ തുടങ്ങി. പക്ഷേ വേദനയൊന്നുമില്ലായിരുന്നു. അപ്പോൾ കൃപാസനത്തിൽ ഒരു പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ കൃപാസനത്തിൻ്റെ പത്രം ഫസ്റ്റ് പേജിലെ മാതാവിൻ്റെ ഫോട്ടോയിൽ ഞാൻ എൻ്റെ ചെവി വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ വെള്ളം ഒഴുകി വരുന്നത് നിൽക്കുകയും ഞാൻ തൊട്ട് നോക്കിയപ്പം ആ ചെവി അവിടെ ഉണങ്ങിയിരിക്കുന്നതായിട്ടുമാണ് കണ്ടത്. അത് പിന്നെ ഇന്ന് വരെയും ചെവി കൂടെ വെള്ളവും വന്നിട്ടില്ല, ഒരു കുഴപ്പവും ഇല്ലാതെ പൂർണ്ണ സൗഖ്യം തന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത്, ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് പള്ളിയുടെ വാതിക്കലിരിക്കുന്നവർക്കും വഴിയിലിരിക്കുന്നവർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയാവുന്നത് പോലെ അവർക്കൊക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട്, പൈസയും കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, ഇവിടുന്ന് പത്രം ഞാൻ അബുദാബി കൊണ്ടുപോയി അവിടുത്തെ പള്ളിയിൽ വിതരണം ചെയ്യാറുണ്ട്. ഇവിടെ വന്നും ഓരോ വീടുകളിൽ കൂടെ നടന്ന് പത്രം കൊടുക്കുകയും പള്ളിയിലും കടകളിൽ കൂടെ ഒക്കെ പത്രം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബൈബിള് എല്ലാ ദിവസവും 1/2 മണിക്കൂർ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയൊക്കെ അച്ഛൻ്റെ ടോക്കിലൂടെ കേട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ജപമാലയൊക്കെ ഇപ്പം ഞാൻ ചൊല്ലുന്നുണ്ട്. പ്രാർത്ഥന എല്ലാം പഠിച്ചത് തന്നെ അച്ഛൻ്റെ ടോക്ക് കേട്ട് തന്നെയാണ് പഠിച്ചത്. പിന്നെ അമ്മയുടെ രാവിലത്തെ പ്രാർത്ഥന ചൊല്ലി ഞാൻ നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിൽ അമ്മയുടെ തിരിയിൽ ഞാൻ ഹാർട്ട് കണ്ടു. പിന്നെ അമ്മയുടെ സാമീപ്യം എനിക്കുണ്ടായി. മുല്ലപ്പൂവിൻ്റെ നല്ല ഒരു മണം എനിക്ക് വന്നു. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് ഈശോയിൽ നിന്നും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ എൻ്റെ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ തിരുവചനം 2:2 ഇപ്രകാരം അരുളി ചെയ്യുന്നു: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. രമണി സുധീഷ് തനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും
താൻ വെക്കാത്ത ഒരു നിയോഗം, എന്നാൽ 22 വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ശാരീരികമായ അസ്വസ്ഥത സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു തടിപ്പും അതുമൂലം അനുഭവിച്ചിരുന്ന 22 വർഷമായ വേദനയും അത് പരിപൂർണമായിട്ട് മാറുന്നു. അതും അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് ഈ മകള് തനിക്ക് വേദനയുള്ള ഭാഗത്ത് വെച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുന്നു. പിന്നീട് തനിക്കത് അനുഭവപ്പെട്ടില്ല, എന്നാൽ താനത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഉള്ളിലിരുന്ന് തന്നോട് പറഞ്ഞു, നീ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന്. അപ്പോഴാണ് ഈ മകൾക്ക് തനിക്ക് കിട്ടിയ സൗഖ്യാനുഭവം അത് കൂടുതൽ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നത്. പിന്നീട് ഇന്ന് വരെയും തനിക്ക് ആ ഒരു തടിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അസ്വസ്ഥതകളോ ഇല്ല. അങ്ങനെ 22 വർഷത്തെ ഒരു വലിയ വേദനയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് മാറിക്കിട്ടിയത്. അപ്പോൾ നാം ഉടമ്പടിയിൽ വയ്ക്കാത്ത നിയോഗങ്ങൾ അത് നമുക്ക് ലഭിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ അമ്മ എത്രമാത്രമാണ് നമ്മുടെ കാര്യത്തിൽ കരുതലുള്ളതെന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. തനിക്കിത് ഈ വേദന ഇങ്ങനെ ജീവിതത്തിലുള്ളത് കൊണ്ട് തനിക്ക് ഉള്ള മറ്റു പല നിയോഗങ്ങളും പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ മകൾ അതിന് പ്രാധാന്യം കൊടുത്തു. എന്നാൽ ഹൃദയമറിയുന്ന ഈശോ എവിടെയാണ് ഈ മകളെ ആദ്യം തൊട്ടത്? അത് ഈ മകൾക്കിത് ഏറ്റവും ആവശ്യമാണെന്നറിയാം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കണ്ട. എനിക്ക് ഓരോ നിയോഗങ്ങൾ പറഞ്ഞ് അത് ഓർപ്പിക്കുകയൊന്നും വേണ്ട. നാം ഓർത്തില്ലെങ്കിലും നമ്മുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ അത് എപ്പോഴുമുണ്ട്. അപ്പോൾ നമുക്കൊന്നേ ഒരു കാര്യമേ നാം ചെയ്യേണ്ടതുള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് ഉടമ്പടിയുടെ ഉയിര്. ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നാം ചിന്തിക്കാത്തതുപോലും നാം പറയാത്തതുപോലും നമുക്ക് വേണ്ടിയിട്ട് കൃപയായിട്ട് വർഷിക്കപ്പെടുന്ന ഒരു ദൈവസന്നിധിയിലാണ് നാം വന്നിരിക്കുക. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കണ്ടു. എത്രയോ മക്കൾ ഇന്ന് ഉടമ്പടി എടുത്ത് പ്രകാശമായ കർത്താവിനെ വിശ്വസിച്ച് ആരാധിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ആ പ്രകാശം കെട്ടുപോകുന്നില്ല. പിന്നീട് തൻ്റെ 4 വർഷമായ വീട് പണി അത് പൂർത്തിയാകാതെ കിടന്നതും അത് പൂർത്തിയാകുന്നതും, അതുപോലെ 1 വർഷത്തോളമായി തനിക്കുണ്ടായിരുന്ന ചെവിയുടെ ഇൻഫെക്ഷൻ, ഇതിനൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ആ ഉടമ്പടിയുടെ അനുഭവം അതൊന്നു മാത്രമാണ് തനിക്ക് സൗഖ്യം നൽകിയത്. ഈ മകള് ഈശോയെ സ്നേഹിക്കുകയും തിരുവചന വായന അതുപോലെ മാക്സിമം തൻ്റെ സാഹചര്യങ്ങളിലൊക്കെ കൃപാസന പത്രം കൊടുക്കുവാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനുമൊക്കെ സന്നദ്ധത കാണിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ സാന്നിധ്യമായിട്ട് സുഗന്ധ അഭിഷേകമായിട്ട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ കടന്നു വരുന്നതെന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും ഇന്ന് ലോകസമക്ഷം ഈ മകള് തൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആത്മാർത്ഥതയും അർപ്പണവും കൊണ്ട് ഉടമ്പടിയെ എങ്ങനെയാണ് ദൈവസ്നേഹത്താൽ നിറച്ച് ഓരോ മക്കളും ജീവിത യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.